ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലത്തെ പോലെ ഒരു വെഡ്ഡിങ് പർച്ചേസ് തന്നെയാണ് ഈ ഒരു വീഡിയോ തുറന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇത് വഴിയെ പറഞ്ഞു വരാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്നിയുടെ ഡ്രസ്സ് എടുക്കാനാണ് പോയത്. ഇന്ന് എനിക്ക് സൂട്ട് എടുക്കണം, കല്യാണ സാരി എടുക്കണം. അപ്പം അതിനുള്ള ആവശ്യങ്ങൾ നമ്മളിന്ന് പോകാൻ ട്രിവാൻഡ്രത്താണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആർക്കയിൽ പോയി അവരുടെ നമ്മുടെ മാർച്ചിങ്ങിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി എൻ്റെ സൂട്ടും അമ്മയ്ക്കൊരു സാരി, അവരെ കല്യാണ സാരി. അപ്പോൾ എത്രയാണ് നമ്മൾ എടുക്കാണ്ടിട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം കഴിഞ്ഞ വീട്ടിൽ മമ്മിയുടെ തലയിൽ കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കെട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ജസ്റ്റ് പടിയിൽ നിന്ന് വീണതാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒന്ന് വിശക്കുന്നുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ നമ്മൾ സ്ഥിരം സാരഥി ഗോകുലിനാണുള്ളത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം പിന്നെയും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ട്രാഫിക്കും നല്ല ചൂടുമുണ്ട്. അപ്പോൾ അതാണ് പ്രധാന പ്രശ്നം നമുക്ക് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്ലോക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ പ്രാവശ്യം ആർക്കയിലേക്ക് പോകുന്നില്ല. ആക്ച്വലി നമ്മളിന്ന് പോത്തീസിലേക്ക് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഒന്ന് പോയി അവിടെ നോക്കാം. സൂട്ടും കാര്യങ്ങളും അവിടെ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം. ഇപ്പം എന്തായാലും വെഡ്ഡിങ് സാരി എടുക്കുക എന്നുള്ളതാണ് അത്യാവശ്യം നടക്കുന്നത്. ആദ്യമേ സാരി എടുക്കണം. സാരിയും കാര്യങ്ങളും പർച്ചേസ് ചെയ്യാൻ ഏറ്റവും ഡിലേ വരുന്നു. മറ്റേ സൂട്ടൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സാരി എടുക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്യാം. അപ്പം വെഡ്ഡിങ് സാരി എന്ന് പറയുമ്പോൾ നമ്മൾ കെട്ട് കഴിഞ്ഞിട്ട് ആദ്യം നമ്മളിടുന്ന ഗൗണാണ്. ഗൗൺ ഇട്ടതിന് ശേഷം കെട്ടതിന് ശേഷം പയ്യൻ്റെ വീട്ടിൽ വരുമ്പോഴാണ് നമ്മൾ കല്യാണ സാരി ഉടുക്കുന്നത്. പക്ഷേ കെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ സാരി തലയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും, മന്ത്രകോടി പോലെ. അതാണ് നമ്മുടെ സാരി ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാരി പോത്തീസിൽ നമുക്ക് അത്യാവശ്യം പറ്റുന്ന രീതിയിൽ ബഡ്ജറ്റ് ഉള്ള ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാരി നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഫോട്ടോസ് ഞാൻ ഇടയ്ക്ക് പറ്റുന്നെങ്കിൽ വെക്കാം. ഇത് നമ്മൾ ലാസ്റ്റ് പർച്ചേസ് ചേട്ടനൊരു റേറ്റിംഗ് കൊടുക്കാൻ വേണ്ടി എടുത്ത ഫോട്ടോയാണ്. ഇതാണ് നമ്മുടെ വെഡ്ഡിങ് സാരി എന്ന് പറയുന്നത്. അപ്പോൾ സാരിയൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാം. ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സാരി എടുത്തിട്ട് അതിന് ഈ കുഞ്ചലം കെട്ടാൻ വേണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കെട്ടുന്നതിന് സമയത്ത് നമുക്ക് പോയി ഫുഡ് കഴിക്കാം. എന്നിട്ട് ഇപ്പോൾ എൻ്റെ സൂട്ട് എടുത്തിട്ട് നമുക്ക് സാരി കഴിക്കും. അപ്പോൾ നമ്മൾ കുമാർ കഫേയിലാണ് ഇന്നത്തെ ഉച്ചയൂണ് വന്നേക്കുന്നത്. അപ്പം നല്ല അടിപൊളി മീൽസാണ്. ഇന്ന് കഴിച്ചിട്ടില്ലാത്തവരൊന്ന് പോയി കഴിച്ച് നോക്കണം. നല്ല ഫുഡാണ് കുമാർ കഫേയിലെ. അപ്പം പലർക്കും പല അഭിപ്രായം കാണാം. എന്നാലും പേഴ്സണലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുമാർ കഫേയിലെ ഉച്ചത്തെ ഊണ്. നല്ല ഫ്രൈ ഫിഷും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഡിഫറെൻറ്റ് ടൈപ്പ് ഫിഷുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ അയലയാണ് മേടിച്ചേക്കുന്നത്. പിന്നെ ചോറും പരിപ്പറയൊക്കെ കൂട്ടി നല്ല അടിപൊളി ഊണാണ്. അപ്പം നമ്മൾ ഈ ഊണ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് നേരെ എൻ്റെ സൂട്ട് എടുക്കാൻ പോകുന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും സഫീഷ്യൻ്റായിട്ട് ഊണെല്ലാം കഴിഞ്ഞതിന് ശേഷം ബൈക്കാണ്. ഊണ് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ വന്നേക്കുന്നത് റേമണ്ടിൻ്റെ ഷോറൂമിലാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എൻ്റെ സൂട്ടൊക്കെ പർച്ചേസ് ചെയ്തു. ആ കളർ നമുക്കൊരു അത്യാവശ്യം എൻ്റെ ഷെയ്ഡിന് പറ്റുന്ന കളർ സൂട്ട് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രേ സൂട്ടാണ്. അപ്പം നമ്മൾ ഒന്ന് ഓൾട്രേഷൻ ചെയ്യണം. കാരണം പാൻസിൻ്റെ ലെങ്ത്ത് എനിക്ക് കറക്റ്റല്ല. അപ്പോൾ നമ്മൾ ഓൾട്ടർ ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാലേ നമുക്ക് സൂട്ട് ഓൾട്ടർ ചെയ്ത് തരത്തുള്ളൂ. പാൻസിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്ത് തരത്തുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് ഒക്കെ കറക്റ്റാണ്. നമ്മളതെല്ലാം കഴിഞ്ഞ് പോത്തീസിലേക്ക് പോയി സാരി മേടിച്ചു. ഇതാണ് എൻ്റെ കോട്ട എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരെ പോത്തീസിൽ വന്നു സാരിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയില്ല, പോത്തീസിൽ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് കേസ് എടുത്തിട്ട് അപ്പോൾ അതൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ പാർക്കിങ്ങിൽ വന്നിട്ടുണ്ട്. വെഡ്ഡിങ് പർച്ചേസ് കഴിഞ്ഞല്ലേ? Almost.